ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉള്ള ഒരു ഡേ അല്ല. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ആ ഒരു ചിക്കനും പൊട്ടാറ്റോയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുള്ള കറി. അപ്പോൾ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ വെച്ചിരുന്നു, അതപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ട്. പിന്നെ ഒരു കപ്പ് ചൂട് ചായ, പിന്നെ ആ ഒരു ചിക്കൻ പൊട്ടാറ്റോ കറിയുടെ കൂടെ ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ് നൈസ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൈസ് പത്തിരിയും വളരെ സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറി, പിന്നെ ചൂട് ചായ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പൊട്ടറ്റോ ചിക്കൻ കറിയുടെ കൂടെ ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ അപ്പം, അതുപോലെ തന്നെ നൈസ് പത്തിരി, പിന്നെ ഇടിയപ്പം, ചപ്പാത്തി, ദോശ, എല്ലാം പൂരി, അങ്ങനെ ഒന്നിനൊന്ന് എല്ലാത്തിനും. അതുപോലെ തന്നെ നമുക്ക് ഗീ റൈസിനാണെങ്കിലും നോർമൽ റൈസിനാണെങ്കിലും അങ്ങനെ എല്ലാത്തിനും ഒരേപോലെ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു കറിയും. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു കറിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പൊട്ടറ്റോ മാത്രമായിട്ട് കറി വെക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു 2-3 പീസ് ചിക്കൻ നമ്മൾ വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ, അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു 2-3 വളരെ ചെറിയ കുക്കുംബറായിരുന്നു, ഒരു 2-3 കുക്കുംബറും കുറച്ച് സ്ട്രോബെറിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കുക്കിംഗ് ഒട്ടുമേ വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ രാവിലെ ഞാൻ പറഞ്ഞു നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ കറിയായിരുന്നെന്ന്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് അതങ്ങ് തീർക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിയാണ്. അപ്പം ഞാൻ ആ ഒരു പാനിൽ കുറച്ച് നമ്മുടെ കറി ഉണ്ടായിരുന്നു, ആ കറിയിലേക്ക് ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചു ഇട്ടു. അതിനുശേഷം അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിക്കന്, പൊട്ടറ്റോ, എഗ്ഗ് 3 ഐറ്റംസും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കറിയാണ് ഇത്. പിന്നെ 2 ചപ്പാത്തി എടുത്തു. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കുറച്ച് തക്കാളി സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും തക്കാളി സ്റ്റൂ മാത്രം കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു മുട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരുപാട് വേവുന്ന മുട്ടയല്ല, കുറച്ച് ബുൾസൈ പോലത്തെ ഒരു മുട്ടയുണ്ടല്ലോ, എന്നാൽ ഒരു സൈഡ് തിരിച്ചിടുകയും വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോമാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കറിയൊക്കെ അങ്ങ് എടുത്ത് തീർക്കുകയാണ്. പൊട്ടറ്റോയും ചിക്കനും എഗ്ഗും കൂടെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയും, അതുപോലെ തന്നെ ചപ്പാത്തിയും തക്കാളി സ്റ്റൂ. അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ലഞ്ചിന് ചില ദിവസങ്ങളിൽ ചോറെടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ചോറെടുക്കാറില്ല. അപ്പോൾ ചോറ് കഴിക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. ചപ്പാത്തി എടുക്കും, അല്ലെങ്കിൽ നല്ല ചൂട് പുട്ടെടുക്കും, അല്ലെങ്കിൽ രാവിലെ നമുക്ക് എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് അത് തന്നെ എടുക്കും, നമ്മുടെ ഡിന്നർ എന്തായിരുന്നോ അതെടുക്കും, അങ്ങനെ. അപ്പോൾ ഇന്നെന്തോ ചോറ് കഴിക്കാൻ തോന്നിയില്ല, അപ്പോൾ തക്കാളി സ്റ്റൂ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പൊട്ടറ്റോ കറിയുടെ കൂടെ ഞാനിങ്ങനെ പൊട്ടറ്റോ കറി, കടലക്കറി, ഇങ്ങനെയുള്ള കറികളൊക്കെ ഉള്ളപ്പോൾ ആ കറികൾ കഴിയാറാകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മുട്ട പൊട്ടിച്ച് അത് ഇതുപോലെ അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ എടുക്കാറുണ്ട്. ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച്. അപ്പം ചോറ് ഇല്ലാത്ത ഒരു ലഞ്ച് ഞാൻ കഴിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും നമുക്ക് ചോറെടുക്കണമെന്നില്ല, ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് ചോറില്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ബട്ടർ കുക്കീസ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഭയങ്കര ടേസ്റ്റാണ് ഈ ബട്ടർ കുക്കീസ്. ഒരെണ്ണം തന്നെ കുറച്ച് റിച്ചാണ്, ഹെവിയാണ്. അപ്പോൾ ഞാൻ 2 ബട്ടർ കുക്കീസും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ പ്ലെയിൻ കാരി എന്ന് പറയുമല്ലോ, ക്രിസ്പി ആയിട്ടുള്ള ചീസ് പോലത്തെ എന്തോ ഒരു സംഭവം അത്. പിന്നെ മധുരമായിട്ട് നമ്മുടെ വേഫർ സ്റ്റിക്ക്, അത് സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള വേഫർ സ്റ്റിക്ക് കുറച്ചുണ്ടായിരുന്നു. ഇത് ഓവർ മധുരമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രോബെറി
ചോക്ലേറ്റ് ഫില്ലിംഗ് ഒന്നും ഇല്ല, വളരെ ലൈറ്റായിട്ട്. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേനും വളരെ സിമ്പിളായിട്ട് നല്ല രസമുണ്ട്. അപ്പം എന്താണ് ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തത് മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാറയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറ ഓവറായിട്ട് ഒരുപാട് ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വേഫേഴ്സും ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് ചില്ലി റോസ്റ്റഡ് കാഷ്യൂനട്ട്, അപ്പോൾ കുറച്ച് കാഷ്യൂനട്ടൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അത് ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചോറൊന്നും ഉണ്ടാത്തത് കൊണ്ട് മാങ്ങ ചമ്മന്തി അരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ലഞ്ചിനും ചോറെടുത്തില്ല, അതിന് ഡിന്നറിനും ചോറെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമാങ്ങയുടെ മുകളിലേക്ക് അത് തൂവി പിന്നെ കടിച്ച് തിന്നെയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. മാങ്ങ എന്ന് പറയുന്നത് ഓവർ പുളിപ്പൊന്നുമില്ല, നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്തതായിട്ടുള്ള പുളിപ്പൊന്നുമില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മുളക് പൊടി പുരട്ടിയാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത എരിവുമില്ല. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് പുളിപ്പില്ലാത്ത മാങ്ങയും പിന്നെ എന്താണ് ഒരുപാട് ഓവർ എരിവില്ലാത്ത മുളക് പൊടിയും കുറച്ച് കൂടുതൽ ഉപ്പും ഒക്കെ ചാലിച്ച് പച്ചമാങ്ങ കുറച്ച് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും കുറച്ച് കൂടുതൽ മാങ്ങ എടുത്തായിരുന്നു. അച്ചാറിടാം, ചമ്മന്തി അരയ്ക്കാം, അങ്ങനെ പല പല കാൽക്കുലേഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ഉപ്പും മുളകും ചേർത്ത് കഴിക്കലാണ് കൂടുതൽ. പിന്നെ അതിനുശേഷം സ്ട്രോബെറി എടുത്തു. അപ്പോൾ സ്ട്രോബെറി ഇത് ബോക്സിലെടുത്തു. ഇനിയിപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡാമേജസ് വന്നിട്ടുണ്ട്, അതൊക്കെ മാറ്റി ഒന്ന് ക്ലീനാക്കി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സ്ട്രോബെറി കഴിച്ചു. പിന്നെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിന്നറാണ്. സത്യം പറഞ്ഞാൽ ഡിന്നറായിട്ട് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പം, ദോശ, അതുപോലെ തന്നെ നൈസ് പത്തിരി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ തോന്നിയത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടി എടുക്കുന്നത് എന്താണ് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, വാഴയ്ക്ക. അപ്പോൾ വാഴയ്ക്ക തോരൻ വെച്ച് കഴിക്കാനാണ് എനിക്കിന്ന് തോന്നിയത്. ഈയിടെ കുറച്ച് നാൾ മുന്നേ എനിക്ക് എന്താ പറയുക ഇതുപോലെ തന്നെ ഡിന്നറിനൊന്നും കഴിക്കാൻ തോന്നാത്തപ്പോൾ നല്ല മത്തങ്ങ എരിശ്ശേരി കഴിക്കാൻ തോന്നി. അപ്പോൾ അത് ഞാനൊരു ബൗള് കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കുക്കിംഗ് പോലെയും ഷെയർ ചെയ്യുകയാണ് കേട്ടോ, ഡിന്നർ കുക്കിംഗ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് കൂടുതൽ കൊച്ചുള്ളി, പിന്നെ എന്താ 1-2 വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും നന്നായിട്ടൊന്ന് എന്താണ് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഒരു രണ്ട് എനിക്ക് വേണ്ടി മാത്രം ഇപ്പം മതിയായിരുന്നു 2 ഏത്തയ്ക്ക പച്ച വാഴയ്ക്ക ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുണ്ടല്ലോ നമ്മുടെ ആ കടുക് വറുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കൂടുതൽ നേരം ഇട്ട് വഴട്ടിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി തേങ്ങായും അതുപോലെ തന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, 2-3-4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത്. അപ്പം ഇതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഒന്നാമത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് ചേർത്ത്, അപ്പോൾ ഒന്നാമത് നമ്മൾ താളിച്ച് വെച്ചതാണ്. പിന്നെ നല്ല അടിപൊളി തേങ്ങ ഒതുക്കിയതും എല്ലാം കൂടെ ചേർത്തപ്പോൾ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് അപ്പങ്ങളോ അതോ ഇതൊന്നും കഴിക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ചേഞ്ചായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കപ്പയുണ്ടല്ലോ, ടപ്പിയോക്ക, ഞാൻ ടപ്പിയോക്ക എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പല ജില്ലകളിലും കപ്പനെ പല പേരിലാണ് പറയപ്പെടുന്നത്. നമ്മൾ കോട്ടയം ജില്ല, ഞങ്ങൾ പറയുന്നത് കപ്പേനെ കപ്പ എന്നാണ്. പിന്നെ ചിലർ പൂളാന്ന് പറയാറുണ്ട്, ചീനി എന്ന് പറയാറുണ്ട്. അങ്ങനെ കപ്പയ്ക്ക് പല ഡിഫറെൻറ്റ് വെറൈറ്റി നെയിംസ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് അതുകൊണ്ട് ടപ്പിയോക്ക എന്ന് പറഞ്ഞതാണ്. അപ്പം അതും ഇങ്ങനെ താളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ സെയിം പച്ചക്കായ വാഴയ്ക്ക തന്നെ താളിച്ച് കഴിക്കാൻ, അത് ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. എങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് ഇതെന്തെങ്കിലും ഒരു വെറൈറ്റി ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ നല്ല ചൂട് കടിഞ്ചായം കൂടെ വെച്ചായിരുന്നു. നല്ല അടിപൊളി ചൂട് കടിഞ്ചായ ഊതി കുടിച്ച് ഈ നല്ല
നല്ല കടുകിലും വെളിച്ചെണ്ണയിലും വറ്റൽമുളകിലും കറിവേപ്പിലയിലൊക്കെ താളിച്ച ഈ ഒരു വാഴയ്ക്ക തോരൻ ഇതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വാഴയ്ക്ക തോരൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ നോമ്പ് മാസം വരുമല്ലോ, റമളാൻ മാസം. അപ്പോൾ റമളാൻ്റെ മാസമൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഗ്രാൻഡ് മദർ നോമ്പ് തുറക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് ഇതുപോലെ കപ്പ താളിച്ചത്, അതുപോലെ തന്നെ എന്താ പറയുക വാഴയ്ക്ക താളിച്ചത്, അത് മുട്ട റോസ്റ്റൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വല്ലാത്തൊരു ഇതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മയാണ്, ആ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് അമ്മയൊക്കെ കഴിക്കുന്ന കണ്ട് നമ്മൾക്കും കൊച്ചിലേ മുതൽ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് അന്നൊന്നും ഇത് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ കാലം മുന്നോട്ട് പോയപ്പോഴത്തേനും ഇതൊക്കെ ഒരു വല്ലാത്ത ഇഷ്ടം, ഇങ്ങനെയൊക്കെ താളിച്ച് കഴിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഡിന്നർ വേണ്ടാന്ന് മടിച്ച് ഇരുന്ന എനിക്ക് ഇത് കൂട്ടി ചൂട് ചായയും കൂട്ടി കഴിച്ചപ്പോൾ ഇത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് സാധാരണ ചോറിന് കറിയായിട്ടാണ് എല്ലാവരും എടുക്കാറ്. പക്ഷെ ഞാൻ മത്തങ്ങ അരിശ്ശേരിയും അതുപോലെ തന്നെ കപ്പ താളിച്ചതും അതുപോലെ തന്നെ ഈ വാഴയ്ക്ക താളിച്ചതും വാഴയ്ക്ക തോരനും എല്ലാം ഞാൻ സാധാരണ ഇതുപോലെ ചായയും വെച്ച് ഒരു ബൗളിലിരുന്ന് കഴിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ നമ്മുടെ നേരത്തെ ബട്ടർ കുക്കീസ് ഒരെണ്ണം കൂടെ കഴിച്ചു. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. താങ്ക് യു.